നമസ്കാരം. ബുൾഡോസർ ആക്ഷൻ എന്ന പേരിൽ പ്രസിദ്ധമായ, വിമർശകരുടെ ഇടയിൽ കുപ്രസിദ്ധമായ നിയമ നടപടികൾ അത് തുടങ്ങി വെച്ചത് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥാണ്. എന്താണ് ഈ ബുൾഡോസർ ആക്ഷൻ എന്നുള്ളതിനെ സംബന്ധിച്ച് പ്രേക്ഷകർക്ക് ഇതിനോടകം തന്നെ നല്ല പരിജ്ഞാനമുണ്ടാകും. എന്നാലും ഇനി ആരെങ്കിലും അതറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടൊന്ന് ചുരുക്കി പറയാം. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരുടെ വസ്തുവകകൾ, അതായത് അനധികൃതമായി നിർമ്മിച്ചിട്ടുള്ള വസ്തുവകകൾ, ഇവയെല്ലാം ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു വ്യാഖ്യാനം അല്ലെങ്കിൽ ഒരു വിശദീകരണം. പക്ഷേ അതിനും അപ്പുറത്തേക്ക് കുറ്റവാളികളെ എൻകൗണ്ടറിൽ വധിക്കുക എന്നുള്ളൊരു നടപടികളിലേക്കും ഇത് പോകാറുണ്ട്. അല്ലെങ്കിൽ ഇരു കാൽമുട്ടുകളും വെടിവെച്ച് പ്രവർത്തനക്ഷമമല്ലാതാക്കുക എന്നുള്ള, മാവ് കെട്ടുക എന്ന് തമിഴിൽ പറയുന്നത് പോലെ ലങ്കടാബനാദിയ എന്നൊക്കെ ഹിന്ദിക്കാർ പറയുന്ന നിയമ നടപടികളും ഉത്തർപ്രദേശിൽ പോലീസുകാർ കൈക്കൊള്ളാറുണ്ട്. ഉത്തർപ്രദേശിൽ നിന്നത് ആ നിയമ നടപടികൾ ആസാമിലേക്കും മധ്യപ്രദേശിലും എല്ലാം വ്യാപിച്ചു. ഇപ്പോൾ പശ്ചിമ ബംഗാളിലും അത്തരം നടപടികൾ സുവേന്ദു അധികാരിയുടെ സർക്കാർ കൈക്കൊള്ളുകയാണ്. ഈ നടപടികളുടെ നിയമവശങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നിയമസാധുത പലപ്പോഴും സുപ്രീം കോടതിയിൽ വരെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. സുപ്രീം കോടതി ചിലപ്പോഴൊക്കെ വിമർശനാത്മകമായി ഈ നടപടികളെ സമീപിച്ചിട്ടുമുണ്ട്. ഇത്തരത്തിലുള്ള നടപടികൾ പലതും നിയമവിധേയമായി തന്നെ ചെയ്യണം, അത്തരത്തിൽ നിയമവിരുദ്ധമായി ചെയ്തു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കുവാൻ സാധിക്കില്ല എന്ന രൂക്ഷമായ വിമർശനം തന്നെ പലപ്പോഴും മിക്കവാറും ഉത്തർപ്രദേശിലെ ചീഫ് സെക്രട്ടറി സുപ്രീം കോടതിയുടെ രൂക്ഷമായ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നിയമ നടപടികൾ, അതിൻ്റെ നിയമസാധുതകൾ, അത് നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് തന്നെ ചെയ്യുന്നതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിയമ നടപടികൾ ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതാണോ എന്ന് തുടങ്ങിയ സംവാദങ്ങൾ, ഇത്തരം വിഷയങ്ങളിലുള്ള സംവാദങ്ങൾ നിരന്തരമായി ഉയർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു വിഷയമൊന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നിയമ നടപടികൾ ഒറ്റവാക്കിൽ നമുക്കൊരു മേലോട്ടമായി നമ്മൾ നോക്കുമ്പോൾ പരിഷ്കൃതമായൊരു സമൂഹത്തിൽ സ്വീകാര്യമായൊരു നടപടിയല്ല. കാരണം ഞാൻ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ ധാർമ്മികതയുടെ അളവുകോലെന്ന് പറയുന്നത് ആധുനിക കാലത്ത് വ്യാഖ്യാനിച്ച് വെച്ചിരിക്കുന്നത് ആ സമൂഹത്തിലെ കുറ്റവാളികളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതനുസരിച്ചാണ്. അതാണ് മാനദണ്ഡമായി ആധുനിക സമൂഹം കണക്കാക്കി വെച്ചിരിക്കുന്നത്. അത് ധാർമ്മികതയുടെ ഒരു അളവുകോലായി കണക്കാക്കിയിരിക്കുന്നു. പക്ഷേ അത് ആധുനിക കാലത്തെ, പ്രത്യേകിച്ച് 20-ാം നൂറ്റാണ്ടിലെ തത്വചിന്തകരുടെ ഒരു വ്യാഖ്യാനമാണ്. അതിനും പിന്നിലേക്ക് പോകുന്നതാണ്, ഒരുപാട് പുറകിലേക്ക് പോകുന്നതാണ് ഭാരതീയ സംസ്കാരം. ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ധർമ്മമാണ്. ഈ ധർമ്മം എന്നുള്ളത് അടിസ്ഥാന തത്വങ്ങളൊഴിച്ച് കാലാകാലങ്ങളിൽ ധർമ്മത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ മാറി മാറി വരും. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ, ഏകപത്നി വ്രതനായിരുന്ന ശ്രീരാമൻ്റെ ധർമ്മമല്ല ശ്രീകൃഷ്ണൻ്റെ ധർമ്മം. അടിസ്ഥാനപരമായി ഒരു രാജാവിൻ്റെ കടമയ്ക്കായി പത്നിയെ ഉപേക്ഷിച്ചു എന്നൊരു വ്യാഖ്യാനം രാമായണത്തിലുള്ള ശ്രീരാമനെ പോലെ ആയിരുന്നില്ല. 16,000 സ്ത്രീകൾക്ക് നരകാസുരൻ്റെ പിടിയിൽ നിന്ന് അവരെ രക്ഷിച്ചതിന് ശേഷം അവരുടെ സമൂഹത്തിലുള്ള സുഗമമായ ജീവിതത്തിന് വേണ്ടി തൻ്റെ ഭാര്യാപദം നൽകിയ ശ്രീകൃഷ്ണൻ്റെ ധർമ്മം. ഈ ധർമ്മത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ സമൂഹത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ആധുനിക കാലത്തെ നീതി വ്യാഖ്യാനങ്ങളെക്കാൾ ഒരുപാട് പുരാതനവും എന്നാൽ സുദൃഢവുമാണ് ഭാരതത്തിലെ നീതി വ്യാഖ്യാനങ്ങൾ. അതുകൊണ്ട് തന്നെ ചില സമൂഹങ്ങളിൽ ഒരു കാലുഷ്യവും കുറ്റകൃത്യങ്ങളും രൂക്ഷമായി അതൊരു പരിധി കവിഞ്ഞ് വളർന്ന ഒരു സമൂഹത്തിൽ ഇത്തരത്തിലുള്ള നടപടികൾ വേണ്ടി വന്നേക്കാം എന്നുള്ളത് ഭാരതീയ ചരിത്രം, ഭാരതീയ സംസ്കാരം നമ്മളോട് വിളിച്ച് പറയുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ ഒതുങ്ങി നിന്ന് പലപ്പോഴും ഇത്തരം കുറ്റവാളികളെ നേരിടുവാൻ സാധിക്കാത്തൊരു സാഹചര്യം കാലങ്ങളായുള്ള പല പ്രദേശങ്ങളുടെയും ദുർഭരണം അല്ലെങ്കിൽ ദുർഭരണങ്ങൾ ഭാരതത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാളുമെല്ലാം വലിയ ഉദാഹരണങ്ങളാണ് ഇക്കാര്യത്തിൽ. ഏറ്റവും എടുത്തു കാണിക്കപ്പെടേണ്ട ഉദാഹരണങ്ങളാണ്. കാരണം യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ അധികാരത്തിൽ വരുമ്പോൾ കുറ്റവാളികളുടെ തേർവാഴ്ചയായിരുന്നു ഉത്തർപ്രദേശിൽ. ഇന്ന് കുറ്റവാളികൾ ആരും പരസ്യമായി രംഗത്തിറങ്ങുവാൻ അല്ലെങ്കിൽ പരസ്യമായി അവരുടെ എന്തെങ്കിലും കുറ്റകൃത്യത്തിൽ ഇടപെടുവാൻ മടിക്കുന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഉത്തർപ്രദേശിലെത്തിയിട്ടുണ്ട്. പശ്ചിമ ബംഗാളിൻ്റെ കാര്യം പിന്നെ പറയുകയും വേണ്ട. മമതാ ബാനർജിയുടെ ഭരണത്തിൻ്റെ കീഴിൽ ജിഹാദികളുടെ അഴിഞ്ഞാട്ടമായിരുന്നു. ജിഹാദികളുടെ ഒപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഗുണ്ടകളായ നേതാക്കന്മാരുടെയും അഴിഞ്ഞാട്ടമായിരുന്നു. സ്ത്രീകൾക്ക് സുരക്ഷയില്ലാത്തൊരവസ്ഥ ഇത് ഉത്തർപ്രദേശിലും ഉണ്ടായിരുന്നു. ആത്തിഖ് അഹമ്മദും മുക്താർ അൻസാരിയും എല്ലാം തേർവാഴ്ച നടത്തിയിരുന്ന, അതായത് യു പിയിലെ അധോലോക നായകന്മാരെന്ന് പറയുന്നത് മുംബൈ അധോലോക നായകന്മാരുടെ അത്രയും
കുപ്രസിദ്ധി മാധ്യമങ്ങളിലൂടെ നേടിയിട്ടില്ലെങ്കിൽ പോലും മുംബൈ അധോലോക നായകന്മാരെക്കാളും അപകടകാരികളായ സമൂഹത്തിന് ആപൽക്കരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന കാര്യത്തിൽ മുംബൈ അധോലോക നായകന്മാരെ കവച്ചു വയ്ക്കുന്ന തരത്തിലായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ. അവരെ അടിച്ചൊതുക്കുവാൻ ഇത്തരത്തിലുള്ള നടപടികൾ കൈക്കൊണ്ടേ മതിയാകൂ എന്ന് പ്രവർത്തന പരിചയത്തിലൂടെ ഉത്തർപ്രദേശിൽ കാലാകാലങ്ങളായി സാമൂഹ്യ പ്രവർത്തനം നടത്തിയും രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയും നേടിയ പരിചയത്തിലൂടെ ആർജിച്ച അറിവ് പ്രകാരമാണ് യോഗി ആദിത്യനാഥ് ഇത്തരം നടപടികൾ കൈക്കൊണ്ടത്. അതേ തിരിച്ചറിവ് സുവേന്ദു അധികാരിക്കുമുണ്ട്. മധ്യപ്രദേശിൽ മുൻപ് ശിവരാജ് ചൗഹാൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഡോക്ടർ മോഹൻ യാദവിനുമുണ്ട്. ആസാമിൽ ഹിമന്ത് ബിശ്വ ശർമ്മയ്ക്ക് നേരത്തെ ഉണ്ടത്. യോഗി ആദിത്യനാഥിൻ്റെ ആരാധകരാണ് അതിന് അദ്ദേഹത്തിൻ്റെ പേരിന് ശേഷം പറഞ്ഞ പേരുകാരെല്ലാം എന്നുള്ളത് തന്നെ അദ്ദേഹം കൈക്കൊണ്ട നിയമ നടപടികൾ തുടർന്ന് അവരുടെ സംസ്ഥാനങ്ങളിൽ, അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും കൈക്കൊള്ളുവാൻ അവരെ പ്രേരിപ്പിക്കുന്നു. ഇനി ആധുനിക കാലത്ത് നിർവചിക്കപ്പെട്ടിരിക്കുന്ന ഭരണഘടനാനുസൃതമായിട്ടുള്ള നിയമങ്ങളുടെ പരിധിയിലാണോ ഇത്തരം നടപടികൾ വരുന്നത് എന്നുള്ള ചോദ്യമാണ്. അല്ല എന്നാണ് പലപ്പോഴും അതിൻ്റെ ഉത്തരം. പക്ഷേ ഇത്തരത്തിലുള്ള ഭീകരവാദികളെ, ഇത്തരത്തിലുള്ള കുറ്റവാളികളെന്ന് പറയുന്നത് സാധാരണഗതിയിൽ എന്തെങ്കിലും ഒരു ഇമ്പൾസീവ് ക്രൈം എന്ന് പറയും, പെട്ടെന്നുണ്ടായൊരു വികാരത്തിൻ്റെ പുറത്ത് ചെയ്യുന്നൊരു കുറ്റകൃത്യമല്ല ഉത്തർപ്രദേശിലും ആസാമിലും പശ്ചിമ ബംഗാളിലും മധ്യപ്രദേശിലും ഇപ്പോൾ പലപ്പോഴും രാജസ്ഥാനിലുമൊക്കെ നടക്കുന്നത്. ആസൂത്രിതമായ സംഘടിതമായ കുറ്റകൃത്യങ്ങളാണ്. അതിൽ തന്നെ മതപരമായിട്ടുള്ള ഈ ജിഹാദികളുടെ ഇടപെടലെന്ന ഒരു വസ്തുത വളരെ പ്രസക്തമാണ്. വളരെയധികം വിപുലമായൊരു ഇടപെടലുമായിരുന്നു യോഗി ആദിത്യനാഥും ഹിമന്ത് ബിശ്വ ശർമ്മയും സുവേന്ദു അധികാരിയും മോഹൻ യാദവും എല്ലാം യഥാക്രമം അതാത് സംസ്ഥാനങ്ങളിൽ അധികാരത്തിൽ വരുന്നതുവരെ. മോഹൻ യാദവ് മധ്യപ്രദേശിൽ അധികാരത്തിന് വരുന്നതിന് മുമ്പ് ശിവരാജ് സിംഗ് ചൗഹാനായിരുന്നു. ഇത്തരത്തിലുള്ള മുഖ്യമന്ത്രിമാർ ഈ നിയമത്തിൻ്റെ പരിധി ഒരല്പം ലംഘിക്കുന്ന തരത്തിലുള്ള നിയമ നടപടികൾ എടുക്കുമ്പോൾ അതിൻ്റെ വാദപ്രതിവാദങ്ങളിലേക്ക്, അതിൻ്റെ സംവാദങ്ങളിലേക്ക് പോകുമ്പോൾ ആദ്യം നാം പരിശോധിക്കേണ്ടത് അതാത് പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ഒരു പ്രതികരണമാണ്. ഈ സംസ്ഥാനങ്ങളിൽ, അത് ഉത്തർപ്രദേശാകട്ടെ, മധ്യപ്രദേശാകട്ടെ, അസാമാകട്ടെ, പശ്ചിമ ബംഗാളാകട്ടെ, ഈ 4 സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾ ഈ നടപടികളെ പരിപൂർണമായും അനുകൂലിക്കുന്നു എന്നുള്ളതാണ് നാം ആദ്യം പരിഗണിക്കേണ്ട വസ്തുത. അവരുടെ ദൈനംദിന ജീവിതം സമാധാനപരമായി ഇതിനു മുൻപൊരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു ധൈര്യം അവർക്ക് ഉണ്ടായിരുന്നില്ല. അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നൊരു വസ്തുത സ്ത്രീ സുരക്ഷയാണ്. ഉത്തർപ്രദേശിലും പശ്ചിമ ബംഗാളിലും ഇന്ന് ഏത് പാതിരാത്രിക്കും ഏതൊരു സ്ത്രീക്കും ധൈര്യമായി ഇറങ്ങി നടക്കാം. അവരെ ആരെങ്കിലും ഉപദ്രവിക്കുവാൻ തുനിഞ്ഞാൽ അടുത്ത കവലയിൽ അവനെ യമരാജൻ കാത്തു നിൽക്കും എന്ന് യോഗി ആദിത്യനാഥ് പരസ്യമായി ഉത്തർപ്രദേശിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സുവേന്ദു അധികാരിയും അതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആസാമിലും മധ്യപ്രദേശിലും അങ്ങനെ തന്നെ കാര്യങ്ങൾ. ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തികളുടെ വസ്തുത പരിശോധിക്കുമ്പോൾ ഭാരതത്തിൻ്റെ ചരിത്രവും ഒന്ന് പരിശോധിക്കണം. ആധുനിക ഭാരതത്തിൻ്റെ, സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഇത്തരം നടപടികൾ അനിവാര്യമാക്കി മാറ്റിയ രീതിയിലേക്ക് സ്ഥിതിഗതികൾ ഓരോ സംസ്ഥാനങ്ങളിലും എങ്ങനെ എത്തപ്പെട്ടു എന്ന് ചോദിച്ചാൽ കേന്ദ്രത്തിൽ കോൺഗ്രസും പ്രാദേശിക തലങ്ങളിൽ സമാജ്വാദി പാർട്ടിയാണെങ്കിലും അസാമിൽ കോൺഗ്രസ്, പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ്, മധ്യപ്രദേശിലും കോൺഗ്രസ്, ഇത്തരം പാർട്ടികളും പ്രാദേശിക തലത്തിൽ സ്വാധീന ശക്തിയുള്ള, സംഘടിതമായ ശക്തിയുള്ള, മസിൽ പവറുള്ള, പേശിബലമുള്ള, അംഗബലമുള്ള സംഘങ്ങളുടെ തലവന്മാരായിട്ടുള്ള കുറ്റവാളികൾ ചെലുത്തിയ സ്വാധീനം, രാഷ്ട്രീയത്തിലും സമൂഹത്തിലും ചെലുത്തിയ സ്വാധീനം, ഇവയെല്ലാം ചേർന്ന് ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലെല്ലാം ഉത്തരേന്ത്യ ഒട്ടാകെ തന്നെ വളരെയധികം അപകടകരമായൊരു സാമൂഹ്യ സാഹചര്യം സൃഷ്ടിച്ചു വെച്ചിരുന്നു, അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. അതുതന്നെയായിരുന്നു അത്തരത്തിലുള്ളൊരു സാമൂഹിക സാഹചര്യം ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന രീതിയിൽ മുന്നോട്ട് പോകേണ്ട ഒരവസ്ഥ സാധാരണ ജനങ്ങൾക്കുണ്ടായിരുന്നു. അതിൽ നിന്നൊരു മാറ്റം വരുത്തുവാൻ വേണ്ടിയിട്ടാണ് യോഗി ആദിത്യനാഥ് ഇത്തരത്തിലുള്ള നിയമ നടപടികൾ തുടങ്ങി വെച്ചത്. നിയമ നടപടികളെന്ന് ഞാൻ പറയുന്നത് കൃത്യമായിട്ട് ഇതെല്ലാം അനധികൃത നിർമ്മാണങ്ങളാണ് എന്നുള്ളതിൻ്റെ രേഖകളെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് തുടങ്ങുന്നത്. ആത്യന്തികമായി മുനിസിപ്പാലിറ്റിയുടെ അധികാരത്തിലുള്ളതാണ് ഈ ബുൾഡോസർ ആക്ഷനിൽ പെടുന്നതെല്ലാം. എൻകൗണ്ടറിൻ്റെ കാര്യത്തിൽ പോലീസുമായിട്ടുള്ള എൻകൗണ്ടറിൻ്റെ നിയമവശങ്ങൾ പലപ്പോഴും കോടതികളിൽ ചോദ്യം ചെയ്യപ്പെടാറുണ്ട്. പലപ്പോഴും ആ കേസുകളിൽ പോലീസുകാർക്കെതിരായി വിധി വരാറുണ്ട്. എന്നിരുന്നാൽ പോലും അത്തരത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളും, ഒരു പ്രതികൂല സാഹചര്യങ്ങളും മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള നടപടികൾ ഈ പറഞ്ഞ മുഖ്യമന്ത്രിമാരെല്ലാം യോഗി ആദിത്യനാഥിൽ തുടങ്ങി
പിന്നീട് കൈക്കൊണ്ടുവന്നിരിക്കുന്നത്. അത് എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അവരേതെങ്കിലും തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒരു പ്രസക്തമായ ചോദ്യമാണ്. ഇല്ല എന്നുള്ളതാണ് ആ പ്രദേശങ്ങളിലെ സമൂഹം മാത്രമല്ല അവരെ വിമർശിക്കുന്ന വ്യക്തികൾ പോലും പറയുന്ന ഉത്തരം. കാരണം ഇത്തരത്തിലുള്ള ഏതെങ്കിലും നടപടികൾ അവർ പക്ഷപാതപരമായിട്ടാണോ കൈക്കൊള്ളുന്നത് എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ വേണമെങ്കിൽ നമുക്ക് പക്ഷപാതപരമായിട്ടാണ് എന്ന് സ്ഥാപിക്കാം. കാരണം ഉത്തർപ്രദേശിലൊക്കെ ഏറ്റവും കൂടുതൽ കുറ്റവാളികൾ ജിഹാദികളാണ്. അതുകൊണ്ട് തന്നെ നിയമ നടപടികളും അവർക്ക് നേരെയായിരിക്കും. പക്ഷേ യാഥാർത്ഥ്യബോധത്തോടു കൂടി നിഷ്പക്ഷമായി ആ വസ്തുതകളെ പരിശോധിച്ചാൽ ഇത്തരം നിയമ നടപടികൾ വികാസ് ദുബെ പോലുള്ള ഹിന്ദുക്കൾക്ക് നേരെയും യോഗി ആദിത്യനാഥ് കൈക്കൊണ്ടിട്ടുണ്ട്. അഖിലേഷ് യാദവിൻ്റെ മകളെ അപകീർത്തിപ്പെടുത്തുവാൻ ശ്രമിച്ചവർക്ക് നേരെയും നിയമ നടപടികൾ കൈക്കൊള്ളുവാനുള്ള ഉത്തരവ് യോഗി ആദിത്യനാഥ് നേരിട്ട് പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭേദം കാണിക്കുന്നു എന്നുള്ളൊരു വാദം ഇവിടെ നിലനിൽക്കില്ല. യാഥാർത്ഥ്യബോധത്തോടു കൂടി നാം ഇതിനെ സമീപിക്കുകയാണെങ്കിൽ. മറ്റ് ഹിമന്ത് ബിസ്വ ശർമ്മയാണെങ്കിലും സുവേന്ദു അധികാരി ആണെങ്കിലും ഡോക്ടർ മോഹൻ യാദവ് ആണെങ്കിലും അവരുടെ കാര്യത്തിലും ഇത്തരം വസ്തുതകൾ സത്യമായി തന്നെ നമ്മുടെ കൺമുൻപിലുണ്ട്. കാരണം ഒരു നടപടി പോലും, ഇത്തരത്തിലുള്ള ഒരു നിയമ നടപടി പോലും അവർക്ക് എന്തെങ്കിലും വ്യക്തിപരമായ ലാഭത്തിന് വേണ്ടിയിട്ടോ അവരുടെ രാഷ്ട്രീയ പാർട്ടിക്ക് എന്തെങ്കിലും ലാഭമുണ്ടാക്കാനോ വേണ്ടി ചെയ്തതാണ് എന്ന് പറയുവാൻ സാധിക്കുകയില്ല. പലരും പറയാം ആതിഖ് അഹമ്മദിനെ പോലുള്ളവരെ വധിച്ചത് അല്ലെങ്കിൽ വധിക്കാൻ വിട്ടുകൊടുത്തത് BJPയുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് എന്ന്. രാഷ്ട്രീയ നേട്ടത്തിനും അപ്പുറം രാഷ്ട്രീയ നേട്ടം ഉണ്ടാകും. അത് ഉണ്ടാകുന്നത് രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമായി അത് വന്ന് ഭവിക്കുമ്പോഴാണ്. കാരണം ആതിഖ് അഹമ്മദിനെ പോലുള്ളവർ ലഷ്കർ-എ തയ്യബ പോലുള്ള ഭീകരവാദ സംഘടനകളുമായി തനിക്ക് ബന്ധമുണ്ട് എന്ന് പരസ്യമായി സമ്മതിച്ച കുറ്റവാളിയാണ്. മുക്താർ അൻസാരിയുടെ കാര്യം പറഞ്ഞാൽ പാരമ്പര്യമായി തന്നെ രാജ്യദ്രോഹം അവരുടെ രക്തത്തിലുണ്ട്. പക്ഷേ ദുഃഖകരമായൊരു കാര്യം, മുക്താർ അൻസാരിയുടെ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു അലങ്കൃതമായിട്ടുള്ള സ്ഥാനങ്ങൾ നേടിയ വീരന്മാരായ പട്ടാളക്കാർ ഉണ്ടായിരുന്ന കുടുംബം കൂടിയാണത്. സൈനിക ഉദ്യോഗസ്ഥന്മാരുണ്ടായൊരു കുടുംബം കൂടിയാണത്. പക്ഷേ അതിനുശേഷം അവർ കുറ്റകൃത്യത്തിലേക്കും രാജ്യദ്രോഹത്തിലേക്കും തിരിഞ്ഞു. ഹമീദ് അൻസാരി എന്ന നമ്മുടെ മുൻ ഉപരാഷ്ട്രപതി മുക്താർ അൻസാരിയുടെ ബന്ധുവാണ്. സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ ഇത്തരം നിയമ നടപടികളെല്ലാം കൈക്കൊള്ളുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംവാദങ്ങളും വിവാദങ്ങളും ഇതൊരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതാണോ എന്നുള്ള ചോദ്യങ്ങളും സുപ്രീം കോടതിയുടെ ഇടപെടലുകളും എല്ലാം ഉണ്ടാകുമ്പോൾ, സുപ്രീം കോടതിയുടെ വിമർശനങ്ങളും ഉണ്ടാകുമ്പോൾ, നിയമപരമായിട്ടുള്ള അനുശാസനങ്ങൾ ഉണ്ടാകുമ്പോൾ സമൂഹം ഒരേ സ്വരത്തിൽ പറയുന്നത് ഇത്തരത്തിലുള്ള നിയമ നടപടികൾ നിർത്തരുത് എന്നുള്ളതാണ്. കാരണം ഏറ്റവും അവസാനം നാം കേട്ടൊരു വസ്തുത, ഉന്നാവോയിൽ രാം മിലൻ ദാസ് എന്നൊരു ഹിന്ദു പൂജാരിയെ ഒരു ജിഹാദി കുത്തിക്കൊന്നു. ആ ജിഹാദി 1 ലക്ഷം രൂപ തലയ്ക്ക് പോലീസ് വില പറഞ്ഞിരുന്ന ജിഹാദിയാണ്. ആ ജിഹാദിയെ, ഇസ്രായേൽ എന്നാണ് ആ ജിഹാദിയുടെ പേര്. ഇവർ വന്ന പുതിയ ഫ്രീക്ക് പേരൊക്കെ ആയോ എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ആൾക്കാർ ചോദിക്കുന്നത്. ഇസ്രായേൽ എന്നുള്ള പേര് ഒരിക്കലും ഒരു ജിഹാദി ഇടാൻ പാടില്ലാത്തതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ച്. എന്നിരുന്നാലും ഇസ്രായേൽ എന്നാണ് ആ ജിഹാദിയുടെ പേര്. 1 ലക്ഷം രൂപ പോലീസ് ഇനാം പ്രഖ്യാപിച്ചിരുന്ന ആ ജിഹാദിയെ എൻകൗണ്ടറിൽ പോലീസ് വധിച്ചു. ഈ ഒരു സംഭവം കൃത്യമായിട്ട് നോക്കിയാൽ പോലീസിൻ്റെ നേരെ എത്ര വെടി അയാൾ ഉതിർത്തു, പോലീസ് ആദ്യം ആകാശത്തേക്ക് വെടിവെച്ചോ, മുട്ടിൽ വെടിവെച്ചോ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിയമപരമായിട്ടും അല്ലെങ്കിൽ പോലീസിൻ്റെ മാർഗരേഖകൾ പ്രകാരവും ഉയർത്തപ്പെട്ടേക്കാം. പക്ഷേ ആത്യന്തികമായി ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുവാൻ മുതിരുന്ന ജിഹാദികൾക്ക് ഇനി അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യാൻ മറ്റൊരാൾക്ക് ധൈര്യം തോന്നാത്ത രീതിയിലുള്ള ശിക്ഷയാണ് സമൂഹം ആഗ്രഹിക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ് യോഗി ആദിത്യനാഥിനും ഹിമന്ത ബിസ്വ ശർമ്മയ്ക്കും ഡോക്ടർ മോഹൻ യാദവിനും സുവേന്ദു അധികാരിക്കും ലഭിക്കുന്ന ശക്തമായ സമൂഹത്തിൻ്റെ പിന്തുണ, ജനപിന്തുണ. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു വിഷയം തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുന്നു. പക്ഷേ ഈ വിഷയത്തിൽ സംവാദങ്ങളും വിവാദങ്ങളും അടങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഞങ്ങളുമായി കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ERT അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.